കുളത്തിൻകരയിലിരുന്ന് മുത്തശ്ശിത്തുമ്പി നെടുവീർപ്പെട്ടു. പണ്ടൊക്കെ അവധിക്കാലത്ത് പിള്ളേരെ പേടിച്ച് പുറത്തിറങ്ങില്ലായിരുന്നു. തലതെറിച്ച പിള്ളേര് തോർത്തിന്റെ നൂലിൽ വാല് കെട്ടിയിടും. എന്നിട്ട് എടുത്താ പൊങ്ങാത്ത കല്ലെടുപ്പിക്കും. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിച്ചാലേ അവന്റെയൊക്കെ ക്രിമികടി മാറൂ. അപ്പൂപ്പൻ തവള പൊട്ടിച്ചിരിച്ചു. ഈ വെള്ളത്തിൽ കിടക്കുന്ന എന്നെ പോലും വെറുതെ വിട്ടിട്ടില്ലടോ. പച്ച ഈർക്കിലിൽ കുടുക്കുണ്ടാക്കി തൂക്കിയെടുക്കും. എന്നിട്ട് സിറിഞ്ചിൽ വെള്ളം കുത്തിവെച്ച് വയറ് വീർപ്പിച്ച് അഴിച്ചുവിടും തെണ്ടികൾ. എന്ത് സൂക്കേടാണോ ആവോ. തള്ളപ്പരൽമീൻ വല്ലാത്ത ദേഷ്യത്തോടെ പറഞ്ഞു. എന്റെ മുത്തശ്ശീനെ തോർത്തിട്ട് പിടിച്ചിട്ട് കുപ്പിയിൽ അടച്ചു വെച്ചു. എന്നിട്ട് തിന്നാൻ ചോറും അച്ചാറും ഇട്ടു കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞ് ചത്തപ്പോ തോട്ടിൽ കൊണ്ടിട്ടു. സൈക്കോ ആയിരുന്നു പണ്ടത്തെ പിള്ളേരെല്ലാം. കൊച്ചു വർത്തമാനത്തിനിടെ തങ്ങളുടെ കൊച്ചുമക്കളെ നോക്കി അവരെല്ലാം ഒരുപോലെ സന്തോഷിച്ചു. കുഞ്ഞിത്തുമ്പി പറമ്പിലെല്ലാം പാറി പറക്കുമ്പോൾ അവളെ ആരും പിടിക്കാൻ ഓടിച്ചില്ല. കുഞ്ഞൻ തവള വെള്ളത്തിൽ കുത്തിമറിയുമ്പോൾ ആരെയും പേടിച്ചില്ല. പരൽമീനുകൾ കൂട്ടം കൂടിയും നീന്തിക്കളിച്ചും ഉല്ലസിച്ചപ്പോൾ ആരും വന്ന് പിടിച്ചില്ല. മുത്തശ്ശിത്തുമ്പി നെടുവീർപ്പെട്ടു. ഇപ്പോഴത്തെ പിള്ളേർക്ക് പറമ്പിലിറങ്ങാനോ തോട്ടിൽ കുളിക്കാനോ പാടത്ത് കളിക്കാനോ ഒന്നും താല്പര്യമില്ലല്ലോ. അപ്പൂപ്പൻ തവള തലകുലുക്കി. അതുകൊണ്ട് പാടത്തെ തുമ്പിയും തവളയും പരൽമീനും ഒക്കെ സേഫ് അല്ലേ? പണ്ട് നമ്മളൊക്കെ ഇവരോട് ചെയ്തു കൂട്ടിയ പാപമൊക്കെ നമ്മളെ വിട്ട് പോകുമെന്ന് തോന്നുന്നുണ്ടോ? എങ്കിലും പേരിനൊരു മാപ്പ് ചോദിക്കാം. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.